ഗുഡ് മോർണിംഗ് എവരി പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്, നമ്മളോടുള്ള കൽപ്പനയാണ്. അതിനും മാറ്റമില്ല. അപ്പം നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഞാൻ അങ്ങയുടെ കിങ്ഡത്തിൻ്റെ പാർട്ടാണ് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ സാധിക്കുന്ന ഇല്ല എങ്കിൽ അല്ലെ, വിശ്വാസികളുടെ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. വിശ്വാസികൾ പരസ്പരം സ്നേഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ദൈവത്തിന്റെ കിങ്ഡത്തിൽ അല്ല. നമ്മൾ വാഗൊണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അല്ലെ, എനിക്ക് യേശുവിനെ അറിയാം എന്നൊക്കെ വാഗൊണ്ട് പറയുന്നുണ്ടെങ്കിൽ, ചർച്ചിൽ പോകുന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ നമ്മൾ പരസ്പരം സ്നേഹിക്കാത്ത വ്യക്തികളാണെങ്കിൽ, മറ്റുള്ള വിശ്വാസികൾ സ്നേഹിക്കാൻ നമുക്ക് മനസ്സില്ലാത്ത വ്യക്തികളാണെങ്കിൽ, അത് കാണിക്കുന്നത് എന്നും നമ്മൾ ഡാർക്ക്നെസ്സിന്റെ ഇരുട്ടിന്റെ എന്താ പറയുക കിങ്ഡത്തിൽ അല്ലെ രാജ്യത്തിൽ തന്നെ നിൽക്കുന്ന വ്യക്തികളാണെന്നാണ് കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിന്റെ രാജ്യം എന്ന് പറയുമ്പോൾ പിശാചിന്റെ രാജ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക്, പിശാചിന്റെ രാജ്യത്തിന്റെ പാട്ടായിരിക്കുന്നവർക്ക് സ്വർഗരാജ്യത്തേക്ക് പ്രവേശനമേ ഇല്ല അല്ലെ. അത് ദൈവം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ മുമ്പോട്ട് പോയി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നത്. കർത്താവ് താങ്ക് യു ജീസസ്, പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി. അത് കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയുടെ വചനം തന്നതിനായിട്ട്, ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട്, ഞങ്ങളെ എക്യൂപ്പ് ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇന്നും ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണ കർത്താവ് ലോർഡ് ഫാദർ. താങ്ക് യു സോ മച്ച് മാസ്റ്റർ ഗോഡ്. ഞങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ കർത്താവ്, ഞങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞുകൊണ്ട് കർത്താവ് ലോർഡ് ഞങ്ങളൊന്ന് വിടുവിച്ചുകൊണ്ട് കർത്താവ്, ഞങ്ങളെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഹൃദയമുള്ളവരെയൊക്കെ തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശു നാമത്തിലെ പിതാവേ, ഹോളി സ്പിരിറ്റ് ഗോഡ്, അങ്ങേക്കായിട്ടും പിതാവ് അങ്ങേക്കായിട്ടും പുത്രനായിട്ട് നന്ദി പറഞ്ഞു യേശു നാമത്തിൽ ആമേൻ. നമുക്ക് യോഹന്നാൻ എഴുതിയ ലേഖനത്തിലേക്ക് പോകും. ഒന്നാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്ററിന്റെ 9, 10, 11 ഒന്ന് വായിക്കാം. ഒന്നാമത്തെ യോഹന്നാന്റെ 2-ാമത്തെ ചാപ്റ്ററിന്റെ 9, 10, 11 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിൽ ഇരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവന് ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണു കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. അപ്പൊ ഇവിടെ 2 തരത്തിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നു: വെളിച്ചത്തിൽ ഇരിക്കുന്നവരും ഇരുട്ടിൽ ഇരിക്കുന്നവരെ പറ്റി. അപ്പൊ വെളിച്ചത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കിങ്ഡം ഓഫ് ലൈറ്റ്, യേശു ക്രിസ്തുവിന്റെ കിങ്ഡം അല്ലെ. യേശു വെളിച്ചമാണ്. അപ്പൊ ദൈവം വെളിച്ചമാണ്. അപ്പൊ ദൈവത്തിൽ ആയിരിക്കുന്ന വ്യക്തി വെളിച്ചത്തിൽ ഇരിക്കുന്നവര് അല്ലെ. എന്നാല് ഇരുട്ടിൽ ഇരുട്ടിന്റെ രാജ്യത്തിരിക്കുന്ന വ്യക്തികൾ ഉണ്ട് എന്ന് ചുരുക്കം അല്ലെ. അപ്പൊ 2 രാജ്യങ്ങളെ പറ്റി പറയുന്നു: വെളിച്ചത്തിന്റെ രാജ്യം, അതായത് ദൈവത്തിന്റെ രാജ്യം അല്ലെ, യേശുക്രിസ്തുവിന്റെ സിംഹാസനമുള്ള രാജ്യം. മറ്റേത് ഇരുട്ടിന്റെ രാജ്യം എന്ന് വെച്ചാൽ പിശാചിന്റെ രാജ്യം അല്ലെ. ഈ ലോകത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് പിശാചിന്റെ രാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇരുട്ടിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ പിശാചിന്റേതാണ്. അപ്പൊ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ എപ്പസ്റ്റലുകൾ അതായത് ലെറ്ററുകളെല്ലാം എഴുതിയിരിക്കുന്ന ചർച്ചിനാണ്, നോൺ ബിലീവേഴ്സിനല്ല എഴുതിയിരിക്കുന്ന. ബിലീവേഴ്സിന് എഴുതിയിരിക്കുന്ന, വിശ്വാസത്തിലുള്ള വ്യക്തികൾക്ക് എഴുതിയിരിക്കുന്ന കാര്യം വിശ്വാസത്തിലല്ലാത്ത വ്യക്തികൾക്ക് എഴുതിയിരിക്കുന്ന കാര്യമേ അല്ല ഇത്. അപ്പൊ വിശ്വാസത്തിലുള്ള വ്യക്തികളോട് പറയും, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വ്യക്തികളോട് പറയുവാണ്, നിങ്ങൾ വെളിച്ചത്തിൽ ഇരിക്കുന്നവരായിരിക്കണം, അത് യേശുവിൽ അബൈഡ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഇവിടെ അങ്ങനെയാകുമ്പോ 2 രാജ്യമുണ്ടെങ്കിൽ 2 തരത്തിലുള്ള ക്രിസ്ത്യൻസ് ഉണ്ടെന്ന് ചുരുക്കം. ഒന്നാമത്തെ ക്രിസ്ത്യൻസ് പറഞ്ഞ വെളിച്ചത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യൻസ്, അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള ക്രിസ്ത്യൻസ്. ഇരുട്ടിൽ ജീവിക്കുന്ന ക്രിസ്ത്യൻസ് കാർണൽ നേച്ചറുള്ള ക്രിസ്ത്യൻസ് അല്ലെ. അപ്പോ നമുക്കറിയാം, കൊരിന്ത്യൻ ചർച്ചിനെ പറ്റി പറഞ്ഞ അവര് കാർണൽ നേച്ചറുള്ളവരാണ്, ബേബികളായിരുന്നു. കാർണൽ നേച്ചറിൽ അവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ അവർ പിന്നെ ഓപ്പറേറ്റ് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഭയങ്കര പാപമായിരുന്നു. അപ്പൊ ഇവിടെ ദൈവം ഒരു കൽപ്പന നമ്മളോട് പറയുവാണ്, പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. 17-ാമത്തെ ചാപ്റ്റർ ജോണിന്റെ 17ലേക്ക് പോകുമ്പോ യേശുക്രിസ്തു ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മളെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ ഗ്ലോറി നമ്മളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുക. എന്തിനാ? നമ്മളും ട്രിനിറ്റി പോലെ തന്നെ നമ്മളും ഒരുമിച്ചായിരിക്കുന്ന വ്യക്തികളായിരിക്കണം എന്നുള്ള, ഒരേ മനസ്സായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ ആയിരിക്കണം എന്നുള്ളതിന് വേണ്ടി അല്ലെ. അപ്പൊ നമ്മൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് അത് ദൈവരാജ്യത്തിന്റെ ഒരു പ്രിൻസിപ്പിളാണ്, അതിലൊരു റൂളാണ്.
അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡും യേശുക്രിസ്തുവും പിതാവും ഭയങ്കര സ്നേഹത്തിലാണ്. അവര് 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 ഒന്നിനും തന്നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ എന്നാ എന്താ പറയണേ, ഇവന്റെ കിങ്ഡം, സെയ്റ്റന്റെ കിങ്ഡം ഒന്ന് എടുത്ത് നോക്കിയേ, സെയ്റ്റന്റെ രാജ്യം ഒന്ന് എടുത്ത് നോക്കിയേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും പിണക്കവും, എന്താ പറയാ, എല്ലാരും ഡിവൈഡ് ചെയ്തിരിക്കും. അപ്പൊ സെയ്റ്റനെ പറ്റി പറയുന്നത് ഡിവൈഡർ ഇൻ ചീഫ് എന്ന് പറഞ്ഞു, മറ്റുള്ളവരെ നശിപ്പിക്കുകയും അവരെ മുടിപ്പിക്കുകയും. അപ്പൊ അവൻ വന്നിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണല്ലോ അല്ലെ, നശിപ്പിക്കാനും മുടിപ്പിക്കാനും, കൊല്ലാനും നശിപ്പിക്കാനും മുടിപ്പിക്കാനും വന്നിരിക്കുന്നത്. അപ്പൊ അവൻ അങ്ങനെ ചിത്രം, അതാണ് അവന്റെ രാജ്യം. അപ്പൊ നമ്മൾ പരസ്പരം അടി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ എന്താ കാണിക്കുന്നത്, നമ്മൾ ഇതുവരെ ഡാർക്ക്നെസ്സിൽ നിന്ന് ലൈറ്റിലേക്ക് വന്നിട്ടില്ല അല്ലെ, റിലം ഓഫ് ഡെത്തിൽ നിന്ന് റിലം ഓഫ് ലൈഫിലേക്ക് നമ്മൾ വന്നിട്ടില്ല എന്നാ പറഞ്ഞത്. കാര്യം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കിങ്ഡത്തില് ഇങ്ങനത്തെ അടിയും ബഹളവും ഒന്നുമില്ല. ദൈവത്തിന്റെ കിങ്ഡത്തിൽ വെറുപ്പില്ല, ദൈവത്തിന്റെ കിങ്ഡത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുമ്പം യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാല്, നമ്മൾ പരസ്പരം നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്ന വ്യക്തികളാണെങ്കിൽ, മറ്റുള്ളവരെ കുറ്റം കണ്ടെത്താൻ മനസ്സില്ലാത്ത വ്യക്തികളാണ്. അത് കാണിക്കുന്നത് നമ്മൾ യേശുവിന്റെ കിങ്ഡത്തിലാണ്, സ്പിരിച്വൽ ക്രിസ്ത്യൻസ് ആണ് എന്നാണ് കാണിക്കുന്നത് അല്ലെ. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം കണ്ടെത്തുകയും അല്ലെ എല്ലാ കാര്യത്തിലും നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉള്ള വ്യക്തികളാണെങ്കിൽ, അത് കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പോഴും ഡാർക്ക്നെസ്സിന്റെ, ഇരുട്ടിന്റെ കിങ്ഡത്തിൽ തന്നെ നിൽക്കുന്ന വ്യക്തികളാണെന്ന് ചുരുക്കം. അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നമുക്ക് ജീവൻ തരാൻ വേണ്ടിയാണ് അല്ലെ, അത് വാസ്തവം. യേശു ഈ ലോകത്തിലേക്ക് വന്ന ജീവൻ വരാൻ വേണ്ടിയാണ്, തരുന്നതിന് വേണ്ടിയാണ് തരുവാൻ ചെയ്തത്. പക്ഷെ ആൾക്കാർക്ക് തിരിച്ചു പോകാമല്ലോ അല്ലെ, ആൾക്കാർക്ക് അവര് തിരിച്ച് അവരുടെ ജഡത്തിന്റെ സ്വഭാവത്തിലേക്ക് പോകല്ലോ. അപ്പൊ അതുകൊണ്ടാണ് യേശു പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ നശിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ കാര്യം അല്ലെ, കംപ്ലീറ്റ് ആയിട്ട് കില്ല് ചെയ്ത് കളയാൻ പറയുന്നതിന്റെ കാര്യം. കാരണം നമ്മൾ തിരിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അല്ലെ. ജഡത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കൽ പോലും ദൈവമായിട്ട് നല്ല ടേംസിലാകാൻ സാധിക്കത്തില്ല. കാരണം ദൈവത്തോട് ശത്രുതയിലാണ് ജഡത്തിന്റെ സ്വഭാവം അല്ലെ. അപ്പൊ നമ്മള് എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് ദൈവത്തിന്റെ കിങ്ഡത്തിലായിരിക്കുന്നതിനും ദൈവത്തിനെ പോലെ യേശുക്രിസ്തു സ്വഭാവത്തിൽ നമുക്ക് ജീവിക്കുന്നതിനും വേണ്ടി നമുക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ആവശ്യമുണ്ട്. ഹോളി സ്പിരിറ്റ് ഗോഡ് അല്ലാതെ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമുക്ക് അത് സാധിക്കത്തില്ല അല്ലെ. അപ്പോ അങ്ങനെയാവുമ്പോ ദൈവം ഇങ്ങനെ പറഞ്ഞു, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടണം, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ലീഡ് ചെയ്യപ്പെടണം അല്ലെ. അങ്ങനെയുള്ള ഒരു കാർണൽ ക്രിസ്ത്യൻസ് ആയിരിക്കത്തില്ല, അവര് സ്പിരിച്വൽ ക്രിസ്ത്യൻസ് ആയിരിക്കും, ദൈവത്തിന്റെ കിങ്ഡം ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ കൊടുക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണെങ്കിൽ, അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജഡം വസിച്ചുകൊണ്ടിരിക്കുക, ജഡം നമ്മളെ ഭരിച്ചുകൊണ്ട് ഇരിക്കുന്നു അല്ലെ. അപ്പൊ ജഡത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്നും പിശാചിന്റെ പാട്ടായിരിക്കും എന്ന് വിചാരിച്ചു നോക്കുക. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവത്തിന്റെ രാജ്യത്തേക്ക് പ്രവേശനമില്ല. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യമല്ല, ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നില്ല. ഇതേ യോഹന്നാൻ എഴുതിയ ലേഖനത്തിന് തന്നെ, ഒന്നാമത്തെ യോഹന്നാന്റെ തന്നെ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 7 തൊട്ട് 15 വരെയുള്ള വാക്കുകൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. അപ്പൊ മനസ്സിലാവും. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒന്നാമത്തെ യോഹന്നാന്റെ 3-ാമത്തെ ചാപ്റ്ററിന്റെ 7 തൊട്ട് 15 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ വഴിതെറ്റിക്കരുത്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ എന്നൊക്കെ വിളിക്കുമ്പോൾ ജോൺ അങ്ങനെ വിളിക്കുന്നത്, കുഞ്ഞുങ്ങളെന്നൊക്കെ വിളിക്കുമ്പോൾ ജോണിനെ പറ്റി പറയുന്നത് വെച്ചാല് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന ജോണിനെ പറ്റി പറയുന്നത്. കാരണം ജോൺ അപ്പോഴും ഇങ്ങനെ എഴുതുന്നത് ഒന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദിവ്യത്വത്തെ പറ്റി, ഡിവൈൻ നേച്ചറിനെ പറ്റി എഴുതും, അല്ലെങ്കിൽ സ്നേഹത്തെ പറ്റി എഴുതും അല്ലെ. അപ്പൊ ഈ 3 ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നല്ല സ്നേഹത്തെ പറ്റി എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, ഗോസ്പൽ എഴുതിയിരിക്കുന്നത്, ജോൺ ഗോസ്പൽ എഴുതിയിരിക്കുന്നത് അത് യേശുക്രിസ്തുവിന്റെ ഡിവൈൻ നേച്ചറിനെ പറ്റി എഴുതിയിരിക്കുന്നത്. റെവലേഷനും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കിങ്ങിനെ, രാജാവിനെയാണ് കാണിക്കുന്നത് റെവലേഷന്റെ അകത്ത് അല്ലെ. നീ 7-ാമത്തെ വാക്കോട്ട് ഇങ്ങനെ പറഞ്ഞ, കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്, അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാൻ ആകുന്നു. അപ്പൊ യേശുക്രിസ്തു നീതിമാനായിരിക്കുന്നവൻ നമ്മൾ നീതി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ, അതായത് യേശുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ നീതിമാന്മാരായിരിക്കും അല്ലെ. പാപം ചെയ്യുന്നവർ പിശാചിന്റെ മകൻ ആകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പൊ പാപം ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾ, അവിടെ ഇവിടെയും പാപം ചെയ്തിട്ട് പെട്ടുപോയി അല്ലെ, പാപം ചെയ്തു പോയി,
പോയി. അങ്ങനെയുള്ള വ്യക്തികൾ തിരിച്ച് യേശുവിലേക്ക് വരുന്ന വ്യക്തികളെ പറ്റി അങ്ങനെയല്ല പറയുന്നത് അല്ലെ. എല്ലാവരും എപ്പോഴും പാപം ചെയ്യാതിരിക്കുന്ന വ്യക്തികളായിരിക്കും എന്നില്ലല്ലോ. അപ്പൊ 2ാമത്തെ ചാപ്റ്ററിൽ തന്നെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ അല്ലെ, 1ാമത്തെ യോഹന്നാന്റെ 2ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ദൈവം ഇതൊക്കെ എഴുതുന്നു. പക്ഷെ എന്നാലും നമ്മൾ പാപം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അറിയാതെ അല്ലെ, നമ്മൾ പാപം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തു ഉണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട് നമുക്ക് വേണ്ടി. അപ്പൊ അറിയാതെ പാപം ചെയ്തു പോകുന്ന വ്യക്തികളെ പറ്റിയല്ല പറയുന്നത്. പർപ്പസ്ഫുൾ ആയിട്ട് നമ്മൾ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെയുള്ള പിശാചിന്റെ മക്കളാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പാപം ചെയ്യുന്ന പിശാചിന്റെ മകൻ ആകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. അപ്പൊ പാപത്തിലായിരിക്കാൻ, പാപപൂരിതമായ ഒരു ജീവിതമായിരിക്കും അവർക്ക് സാധിക്കത്തില്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല. അപ്പൊ നീതി പ്രവർത്തിക്കാത്തവരും സഹോദരനെ സ്നേഹിക്കാത്തവരും എന്ന് വെച്ച് കഴിഞ്ഞാല്, സഹോദരനെ സ്നേഹിക്കുക എന്ന് ദൈവം നമ്മളോട് കൽപ്പനയായിട്ട് പറഞ്ഞിരിക്കുക, നീതി പ്രവർത്തിക്കുക എന്നുള്ള കൽപ്പനയായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുക. അങ്ങനെയാകുമ്പോ അത് കൽപ്പന ലംഘിക്കുന്നവർ ആരും ദൈവത്തിന്റെ കൂടെയുള്ളവർ ദൈവത്തിന്റെ പാട്ടല്ല എന്ന് പറഞ്ഞിരിക്കുക. നിങ്ങൾ ആദ്യം 11ാമത്തെ വാക്കോട്ട്, നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല അവനെ കൊല്ലുവാൻ സംഗതി എന്ന് തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റേത് നീതിയുള്ളതുമായ കൊണ്ടത്രേ. അപ്പൊ കായൻ ഹവ്വേലിനെ കൊന്നു. കാരണം എന്ന് വെച്ചാല് കായൻ ദുഷ്ടന്റെ കൂടെ ഉള്ളതാണ്, എന്ന് വെച്ചാൽ പിശാചിന്റെ കൂടെയുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ ഏബേൽ ചെയ്തെല്ലാം നീതിയുള്ള പ്രവർത്തികളാണ് ഏബേൽ ചെയ്തപ്പോ കായനെ സഹിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൊന്നു അല്ലെ. ഇനി 13ാമത്തെ വാക്കോട്ട്, സഹോദരന്മാരെ ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ടു ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവർ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കുലപാതകൻ ആകുന്നു. യാതൊരു കുലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു അല്ലെ. അപ്പോ സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മൾക്ക് തന്നെ അറിയാനുള്ള ഒരു മാർഗമാണ്. നമ്മൾ ദൈവത്തിന്റെ കിങ്ഡത്തിലാണോ അതോ പിശാചിന്റെ കിങ്ഡത്തിലാണോ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണോ അത് പിശാചിന്റെ മക്കളാണോ എന്നുള്ളത് അറിയാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് തന്നെയാണ് അല്ലെ. നമ്മൾക്ക് പരസ്പരം സ്നേഹിക്കാൻ സാധിക്കുമെങ്കിൽ അത് കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ കുറവ് കണ്ടെത്താൻ നമ്മൾ പോകുന്നില്ല അല്ലെ. നമ്മുടെ യേശു അൺകണ്ടീഷണൽ ആയിട്ടാണ് നമ്മളെ സ്നേഹിച്ചത് അല്ലെ. ഒരു എന്താ പറയുക, ഉപാധികളും ഇല്ലാതെയാണ് യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ചത്. നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ചതാണ്. കാരണം എന്ന് വെച്ചാല് യേശു ഓപ്പറേറ്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ ഫുൾനെസ്സിലാണ് അല്ലെ. ദൈവത്തിന്റെ സ്വഭാവത്താണ് യേശുക്രിസ്തു ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദൈവമാണല്ലോ യേശുക്രിസ്തു. അപ്പൊ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് തന്റെ ഉള്ളിൽ പാപമില്ല, താൻ ദൈവമാണ് അല്ലെ. അപ്പൊ നമ്മൾ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളാകുന്നതിന് വേണ്ടി. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ യേശുവിനെ പോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുക എന്നാണ് പിതാവ് നമ്മളോട് പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ പാപമില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മള് ദൈവം സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ കുറ്റം കണ്ടെത്താതെ, എന്താ പറയുക, കുറവുകൾ കണ്ടെത്താതെ, ഒരു സെൽഫിഷ് അല്ലാതെ ഉള്ള സ്നേഹിക്കാൻ സാധിക്കും അല്ലെ. പക്ഷെ കാർണലായിട്ട് ജഡത്തിന്റെ സ്വഭാവത്തിൽ വസിക്കുന്ന വ്യക്തികൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് എപ്പോഴും കുറ്റങ്ങളും കുറവുകളും മാത്രമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സൈറ്റന്റെ പാർട്ടാണ് അല്ലെ, സൈറ്റന്റെ കൂട്ടത്തിൽ ഉള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവര് ജഡത്തിൽ അവര് എന്താ പറയാ, മരണത്തിലാണ് ഇന്നും അല്ലെ ജീവിക്കുന്നത്. കാരണം അവര് സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുമ്പോ അവരുടെ ഉള്ളില് ഹേറ്റ്രഡ് ആണുള്ളത്. ആ ഹേറ്റ്രഡ് എന്ന് പറഞ്ഞാൽ കൊലപാതകത്തിന് തുല്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ അവര് ഇരുളിൽ വസിക്കുന്നവരാണ്. അപ്പൊ ഇരുളിൽ വസിക്കുന്നവർക്ക് ഒരിക്കൽ പോലും ദൈവത്തിന്റെ കിങ്ഡത്തിൽ സ്ഥാനമില്ല. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയേ, നമ്മൾ പോലും അറിയാതെ നമ്മളും മറ്റുള്ള ബിലീവേഴ്സ് നമ്മള് എന്താ പറയാ പകയ്ക്കാൻ പോകുമ്പോ, നമ്മൾ ദേഷ്യപ്പെടുമ്പോ, നമ്മള് എന്താ പറയണേ സ്നേഹിക്കാതിരിക്കുക, നമ്മള് വെറുക്കുമ്പോൾ അല്ലെ. അപ്പൊ എന്താ പറ്റുക, നമ്മള് പിശാചിന്റെ കൂട്ടത്തിലായിപ്പോയി, പിശാചിന്റെ കിങ്ഡത്തില് രാജ്യത്തിൽ വസിക്കുന്നവരായി പോകും. നമ്മൾക്ക് ദൈവരാജ്യവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു എന്താ പറയുക ബന്ധവും ഇല്ലാതെ തീരുക ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അതേ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോ വലിയ കൈകൊട്ടി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ മനസ്സ് മുഴുവൻ മറ്റുള്ളവരുടെ പകയും വെറുപ്പും വിദ്വേഷമാണ് ഈ കാണിക്കുന്നത്. എന്താ വെച്ചാല്
നമ്മൾ ദൈവത്തിന്റെ കൂടെ ഒന്നുമില്ല, വെറുതെ കടന്നുകൊണ്ട് കൈയിട്ട് അടിക്കുന്നതും കാലിട്ട് അടിക്കുന്നതും മാത്രമുള്ളെന്ന് ചുരുക്കം അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശനമില്ല. നമ്മളിപ്പോ 1 കൊരിന്ത്യരിലേക്ക് പോകുമ്പോൾ ദൈവം അങ്ങനെ പറഞ്ഞു 6-ാമത്തെ ചാപ്റ്ററിൽ. അപ്പൊ ഇങ്ങനെ അവരോട് പറ്റി പറഞ്ഞു, കൊരിന്ത്യർക്ക് കൊരിന്ത്യൻ ചർച്ചിൽ ഭയങ്കര അധികം പാപങ്ങളായിരുന്നല്ലോ അല്ലെ. അവര് ജഡത്തിന്റെ പരമായിട്ട് ജീവിച്ചു പോകുന്ന ക്രിസ്ത്യൻസ് ആയിരുന്നു. അവര് ബേബി ക്രിസ്ത്യൻസ് ആയിരുന്നു. ജഡത്തിന്റെ പരമായിട്ട് അവർ ജീവിച്ചു പോന്നുകൊണ്ടിരുന്ന ക്രിസ്ത്യൻസ് ആയിരുന്നു. അവരുടെ ഉള്ളിൽ പാപമുണ്ടായിരുന്നു. അവര് പാപത്തിൽ ജീവിക്കുമായിരുന്നു. അവര് പരസ്പരം കേസ് കൊടുക്കുന്നവർ, അവര് പരസ്പരം അടി ഉണ്ടാക്കുന്നവർ, സെക്ഷൽ ഇമ്മോറാലിറ്റി ചെയ്യുന്ന വ്യക്തികൾ. അപ്പൊ 6-ാമത്തെ ചാപ്റ്ററിൽ അവരിങ്ങനെ കേസ് കൊടുക്കുന്നതിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെ പറയുക, പോള് വഴി ഹോസ്പിറ്റൽ പറയുക, നിങ്ങളെ മറ്റുള്ളവർ ചതിക്കുന്നത് നിങ്ങളങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്താലും വേണ്ടില്ലായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാരെങ്കിലും ചതിക്കും നമ്മളങ്ങ് അംഗീകരിച്ചു കൊടുക്കണം, അതല്ല പറയുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവം ദൈവം നീതിയുള്ളവനാണ്. നമ്മളെ ആരെങ്കിലും ചതിക്കുവാണെങ്കിൽ ദൈവം നോക്കിക്കോളും അല്ലെ. ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിന് പകരം 1 കൊരിന്ത്യന്റെ 6-ാമത്തെ ചാപ്റ്ററിന്റെ 7-ാമത്തെ വാക്ക് വായിക്കുന്നത്, അതിന് പകരം നിങ്ങൾ അന്യോന്യം സഹിച്ചു കൊള്ളാത്തത് എന്ത്, നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്, അല്ല നിങ്ങൾ അന്യോന്യം ചെയ്ത നഷ്ടം വരുത്തുകയും അന്യോന്യം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അത് സഹോദരന്മാർക്ക് തന്നെ അല്ലെ. അപ്പൊ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാരപണിയും പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കേസ് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് ഇന്നും ജഡത്തിന്റെ സ്വഭാവമുള്ള ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നു അല്ലെ. അവര് എന്താ പറയാ, ശരിക്കുമുള്ള ഫെയ്ത്തിലേക്കല്ല, ശരിക്കുമുള്ള എന്താ പറയാ, ദൈവത്തിന്റെ രാജ്യത്തേക്ക് അവര് കടന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് 9-ാമത്തെ വാക്കിൽ ദൈവം പറയാം, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാകുകയില്ല എന്ന് അറിയുന്നില്ലയോ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല്, അൺറൈച്ചസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കടക്കാൻ സാധിക്കത്തില്ല അല്ലെ. അപ്പൊ അത് വലിയ ഒരു എന്താ പറയണ, നമ്മൾ ഒരിക്കൽ പോലും മറന്നു പോകാത്തൊരു കാര്യമാണ്. നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരെ പകയ്ക്കുമ്പോൾ, മറ്റുള്ളവർ ദേഷ്യപ്പെടും, മറ്റുള്ളവരെ ഹെയ്റ്റ് ചെയ്യുമ്പോൾ അല്ലെ, നമ്മൾ അറിയാതെ പോലും നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിന് നമ്മളെ തന്നെ രാജ്യത്തിലേക്ക് പൊസിഷൻ ചെയ്യുകയും ചെയ്തത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക്, വെറുക്കുന്നവർക്ക് അല്ലെ, ഒന്നും ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശനമില്ലെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. നമ്മളുടെ ജീവിതം തന്നെയാണ് വെള്ളത്തിലാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന ദൈവം ഭജിക്കും. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു റൂളാണ്. ആ റൂളിനെതിരായിട്ട് നിൽക്കുന്നവർക്ക് ആർക്കും തന്നെ ദൈവത്തിന്റെ കിങ്ഡത്തിൽ ഒരു സ്ഥാനവുമില്ല എന്ന് എപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാതിരിക്കുക, ബഹളം ഉണ്ടാക്കാതിരിക്കുക, മറ്റുള്ള കുറ്റം കണ്ടെത്താതിരിക്കുക അല്ലെ, കസേരയ്ക്ക് അടി ഉണ്ടാക്കാതിരിക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ട കുമ്പനാട്ടൊക്കെ നടന്ന അടി കണ്ട്, ഇലക്ഷന്റെ പ്രമാണിച്ച് നമ്മൾ നടന്ന അടിയെ കണ്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അതൊക്കെ എന്താ പറയണ, അവരുടെ ജഡത്തിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ജഡത്തിലുള്ള ക്രിസ്ത്യൻസ് ആണ് അവര് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പാസ്റ്റർമാരൊക്കെ അല്ലെ, അല്ലെ വിശ്വാസികളല്ല, പാസ്റ്റർമാർ വരെ അങ്ങനെ തന്നെ ഉള്ളവരാണ് എന്നാണ് കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തിന്റെ രാജ്യത്തേക്ക് കടക്കണമെങ്കിൽ ആ സ്വഭാവമൊക്കെ മാറ്റിയിട്ട് നല്ല വ്യക്തികളാണെങ്കിൽ, റൈച്ചസ്നെസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ, ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതിനെപ്പറ്റി പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങയുടെ രാജ്യം വരട്ടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, അങ്ങയുടെ തിരുമനസ് കർത്താവ് സ്വർഗത്തിലെ പോലെ തന്നെ നടക്കട്ടെ. കർത്താവെ, അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾ തരുന്ന അപേക്ഷിക്കുക. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ ഗോഡ്. ഹല്ലേലൂയ ഫാദർ ഗോഡ്. ഞങ്ങൾ റൈച്ചസ് ആയിട്ടുള്ള സ്പിരിച്വൽ ക്രിസ്ത്യൻസ് ആയിരിക്കട്ടെ കർത്താവ്. ഞാൻ കാർണൽ ക്രിസ്ത്യൻസ് ആകാതിരിക്കട്ടെ കർത്താവ്. യേശുവിൻ നാമത്തിന് ഞങ്ങൾക്ക് കൃപ തന്നെ. യേശുവിൻ നാമത്തിന് ആമേൻ. ഇന്ന് കേട്ട ദൈവത്തിന് മാത്രം മാത്രം